നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. INTUC ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ സബ് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക, NFSA, ബെവ്കോ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പിലാക്കുക, ടിമ്പർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഉദ്ഘാടനം INTUC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. INTUC ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചെറുപുഴ ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ചുമട്ടുതൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക, NFSA, വെബ്കോ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പിലാക്കുക, ടിമ്പർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. ചടങ്ങ് INTUC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. INTUC ചുമട്ടുതൊഴിലാളി ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി അനീഷ് ആന്റണി സ്വാഗതവും INTUC ബ്ലോക്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ആലയിൽ ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, ഉഷാ മുരളി, സലീം തേക്കാട്ടിൽ, കുട്ടിച്ചൻ തുണ്ടിയിൽ, അനിൽകുമാർ TT, തോമസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റും നമ്മുടെ കോൺഗ്രസിന്റെ അമരക്കാരനും ചെറുപുഴ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ബ്ലോക്ക് പ്രസിഡന്റായ V കൃഷ്ണൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ക്ഷേമനിധി ഓഫീസുകളുടെ മുമ്പിലും ചുമട്ടുതൊഴിലാളികൾ ധർണാ സമരം നടത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും 10 മണിക്ക് തന്നെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിന്റെ പ്രത്യേകത, സംസ്ഥാന തലത്തിൽ എറണാകുളത്ത് ചേർന്നിട്ടുള്ള INTUCയുടെ ജനറൽ ബോഡി യോഗത്തിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ചുമടെടുക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട തൊഴിലാളികൾ, ടൗണിൽ പണിയെടുക്കുന്നവർ, ഗോഡൌണിൽ പണിയെടുക്കുന്നവർ, ബീവറേജ് കോർപ്പറേഷനിൽ പണിയെടുക്കുന്നവർ, അങ്ങനെയുള്ള ചുമടെടുക്കുന്ന ആളുകൾ, ഹെഡ് ലോഡ് വർക്കേഴ്സ്, ആ വർക്കേഴ്സിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും സർക്കാർ നിഷേധിക്കുകയാണ് അഥവാ തടഞ്ഞു വെക്കുകയാണ് എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ശക്തമായ INTUC പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഈ മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി, നമുക്കറിയാം AITUC എന്ന അന്നത്തെ ആ സംഘടനയുടെ നമുക്കറിയാം 1928 AITUCന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ആണ് നമുക്ക് INTUC രൂപം കൊടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് നമ്മുടെ CPM പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട്. 1925 കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കുന്നത്. അപ്പോ AITUC എന്ന സംഘടന ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോ CPM പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് ആ തൊഴിലാളി സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് പോയത് കൊണ്ടാണ് തൊഴിലാളികൾ വഴിയാധാരമായി അവരുടെ വേദനകളും പരിവേദനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് 1947 മെയ് 3-ാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് INTUC എന്ന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUCക്ക് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, നമുക്ക് ഈ ചുമട്ടുതൊഴിലാളി മേഖലകൾ ഇവിടെ തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM പാർട്ടി ഇന്ന് പരിശോധിച്ച് നോക്കൂ, ചരിത്രം പരിശോധിക്കണം. തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കണം. 1980 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രി K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കടവൂർ ശിവദാസന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ചുമട്ട് തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത്.
അന്ന് ഈ ക്ഷേമനിധി ബോർഡ് വരുമ്പോ ഇതിനു വേണ്ടി ഗവൺമെന്റ് കൊടുത്ത ക്യാപിറ്റൽ വെറും 25,000 രൂപയായിരുന്നു. 25,000 രൂപ മുതൽ മുടക്കി അന്ന് കേരള സംസ്ഥാനത്ത് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരുമ്പോ അന്ന് ഈ അതേ ദിവസം തന്നെയാണ് മോട്ടോർ ക്ഷേമനിധി ബോർഡും നിലവിൽ വരുന്നത്. ഈ രണ്ട് ബോർഡുകളും നിലവിൽ വന്ന് 1980-ലാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഈ ക്ഷേമനിധി ബോർഡിൽ 1000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇപ്പോ എല്ലാ യൂണിയനുകളെയും വെട്ടിമുറിച്ച് നശിപ്പിച്ച് തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇപ്പൊ 100 കോടി രൂപ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്നും അടിച്ചു മാറ്റി വക മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ കുഞ്ഞപ്പൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഇരിപ്പുണ്ട്. നിർമ്മാണ മേഖലകളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പെൻഷൻ പോലും ഇല്ല. ഒരു തൊഴിലാളികൾ കൃഷ്ണമാഷ് പറഞ്ഞു കർഷക തൊഴിലാളി പെൻഷൻ. കർഷക തൊഴിലാളി എന്നല്ല, ഈ സംസ്ഥാനത്ത് പാവപ്പെട്ടവന്റെ പണിയെടുക്കുന്നവന്റെ സാധാരണക്കാരന്റെ കൃഷിക്കാരന്റെ വയറ്റത്തടിക്കുന്നവനെ ഇല്ലാതാക്കുന്ന അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ, നമ്മുടെ അവകാശം സംരക്ഷിക്കണമെങ്കിൽ ശക്തമായ സമരവുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. 1928 ATCന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ആണ് നമുക്ക് INTUC രൂപം കൊടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് നമ്മുടെ CPM പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല. 1925-ലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കുന്നത്. അപ്പോ AITUC എന്ന സംഘടന ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോ CPM പാർട്ടി, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് ആ തൊഴിലാളി സംഘടനയെ ഹൈജാക്ക് ചെയ്ത് അന്ന് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന് പോയത് കൊണ്ടാണ് തൊഴിലാളികൾ വഴിയാധാരമായി അവരുടെ വേദനകളും പരിവേദനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് 1947 മെയ് 3-ാം തീയതി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് INTUC എന്ന ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് INTUCക്ക് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളത് നാം മനസ്സിലാക്കുക. നമുക്കറിയാം, ഈ ചുമട്ട് തൊഴിലാളി മേഖലകൾ ഇവിടെ തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM പാർട്ടി ഇന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കൂ, ചരിത്രം പരിശോധിക്കണം. തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കണം. 1980-ൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ മുഖ്യമന്ത്രി K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കടവൂർ ശിവദാസന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ചുമട്ട് തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത്. അന്ന് ഈ ക്ഷേമനിധി ബോർഡ് വരുമ്പോ ഇതിനു വേണ്ടി ഗവൺമെന്റ് കൊടുത്ത ക്യാപിറ്റൽ വെറും 25,000 രൂപയായിരുന്നു. 25,000 രൂപ മുതൽ മുടക്കി അന്ന് കേരള സംസ്ഥാനത്ത് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരുമ്പോ അന്ന് ഈ അതേ ദിവസം തന്നെയാണ് മോട്ടോർ ക്ഷേമനിധി ബോർഡും നിലവിൽ വരുന്നത്. ഈ രണ്ട് ബോർഡുകളും നിലവിൽ വന്ന് 1980-ലാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഈ ക്ഷേമനിധി ബോർഡിൽ 1000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇപ്പോ എല്ലാ യൂണിയനുകളെയും വെട്ടിമുറിച്ച് നശിപ്പിച്ച് തൊഴിലാളികളെ വഴിയാധാരമാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇപ്പൊ 100 കോടി രൂപ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്നും അടിച്ചു മാറ്റി വക മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നാം ആലോചിച്ച് നോക്കൂ. ഇവിടെ കുഞ്ഞപ്പൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ഇരിപ്പുണ്ട്. നിർമ്മാണ മേഖലകളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പെൻഷൻ പോലും ഇല്ല. ഒരു തൊഴിലാളികൾ കൃഷ്ണമാഷ് പറഞ്ഞു കർഷക തൊഴിലാളി പെൻഷൻ. കർഷക തൊഴിലാളി എന്നല്ല, ഈ സംസ്ഥാനത്ത് പാവപ്പെട്ടവന്റെ പണിയെടുക്കുന്നവന്റെ സാധാരണക്കാരന്റെ കൃഷിക്കാരന്റെ വയറ്റത്തടിക്കുന്നവനെ ഇല്ലാതാക്കുന്ന അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് കീഴിൽ നമുക്ക് നീതി ലഭിക്കണമെങ്കിൽ, നമ്മുടെ അവകാശം സംരക്ഷിക്കണമെങ്കിൽ ശക്തമായ സമരവുമായി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.